ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭവിൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കള്ളില്ലാതെ ഒരു കള്ളപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഒത്തിരി കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കള്ളപ്പാട്ടോ, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്ര വേണോ അത് ആളുകളുടെ എണ്ണമൊക്കെ അനുസരിച്ച് ഞാനിവിടെ 1/2 കിലോയോളം വെച്ചിട്ടിട്ടുണ്ട്. അരി വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അതൊരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ മാക്സിമം മതിയാവും. നല്ലപോലെ കുതിർക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കള്ളില്ല, അപ്പോൾ അതിന് പകരമായിട്ട് ഈസ്റ്റാണ് ഇടുന്നത്. ഈസ്റ്റ് ഒരു ചെറു ചൂടുവെള്ളത്തിനകത്ത് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത്, ചെറിയ ചൂടുവാണേ, അതിനകത്തേക്ക് ഈസ്റ്റ് ഇട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചേക്കണം. അപ്പോൾ അതങ്ങോട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മേളിലേക്ക് പൊങ്ങി വന്ന് ഈസ്റ്റ് അങ്ങ് ആക്റ്റീവ് ആവും. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ, ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ കള്ളിന് പകരമായിട്ട് നമ്മൾ ഈ അപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കള്ളപ്പത്തിന് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ അത് ചിരകിയത്, കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ മിച്ചം ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ വെളുത്തുള്ളിയാണ്, വലുതാണ് നിങ്ങൾക്ക് കുറച്ച് എടുത്താൽ മതി. പിന്നെ കുറച്ച് ചുവന്നുള്ളി. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കപ്പൊന്നും കാച്ചി ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് ഒരു ചെറിയ ബൗള് അവലും ഒരു ചെറിയ ബൗള് ചോറ്, വെള്ളച്ചോറാണ്. പക്ഷേ ഞാനിവിടെ വെള്ളച്ചോറ് ഞാൻ ഇന്ന് ആക്കിയിരുന്നത് വെള്ളച്ചോറാണ്. നിങ്ങൾക്ക് കുത്തിരിച്ചോറ് വേണമെങ്കിലും ചേർക്കാം. അത് നല്ലപോലെ അരച്ച്, പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു തേങ്ങാവെള്ളം ഉണ്ടല്ലോ, അതും വേണേൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അരച്ച് വെക്കുക. അതാ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഇങ്ങനെ എന്താ പറയുക, നല്ല പുളിച്ച് നല്ലപോലെ വരും. അത് ഞാനിവിടെ നല്ലെണ്ണ ഉപയോഗിച്ചാട്ടോ, നമ്മുടെ അപ്പച്ചട്ടിക്കകത്ത് നല്ലെണ്ണയാണ് തേച്ച് കൊടുത്തത്. അത് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പരത്താനൊന്നും പോകണ്ട, ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളത് അതുപോലെ തന്നെ അത് നല്ലപോലെ നല്ല ഫുൾ തൊള്ളയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതങ്ങ് അടച്ചു കൊടുത്തേക്കണം. ഒരടപ്പ് വെച്ച് അടയ്ക്കുക. പിന്നെ അന്നേരം തന്നെ അത് പെട്ടെന്ന് തന്നെ ആവും. തിരിച്ചിടാം. പിന്നെ അടച്ചു വെക്കണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ അടച്ചു വെക്കാം, വേണമെങ്കിൽ അടച്ചു വെക്കേണ്ട. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ, നമ്മുടെ കള്ളില്ലാത്ത കള്ളപ്പം റെഡി. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അമ്മുക്കുട്ടി കഴിക്കാനിരിക്കുക കേട്ടോ. അമ്മുക്കുട്ടിയോടൊന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് കള്ളപ്പമെന്ന്. നല്ല സ്മൂത്താട്ടോ, എന്ന് വെച്ചാൽ നല്ല പോലെ പഞ്ഞി പോലെയുണ്ട്. എന്താ പറയുന്നത്, കുറച്ച് കടലക്കറിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നല്ല അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്താ പറയുന്നത്, നോക്ക്, അതൊന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നല്ല സ്പോഞ്ചായിട്ട് അങ്ങനെ ഒരു ടെക്സ്ചറിനകത്ത് നല്ല ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, തേങ്ങ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ അരച്ച് അതിൻ്റെയൊക്കെ കൂടെ ടേസ്റ്റ് വന്ന് ആവശ്യത്തിന് പുളിയായി നല്ല ഒരു അടിപൊളി കള്ളപ്പമായിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും വിജയിക്കുന്നൊരു കള്ളപ്പമാണ്. അപ്പോൾ അത്രയൊക്കെ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.